ഇപ്പോൾ ഇങ്ങനെ ഉയരുന്ന എതിർ സ്വരങ്ങൾ അല്ലെങ്കിൽ ഈ മൂവ്മെന്റിന്റെ ഗതിയെ ഒന്നൽപ്പം വഴിതിരിച്ചു വിടാനുള്ള ശ്രമങ്ങൾ ആ രീതിയിൽ ബോധപൂർവം സൃഷ്ടിക്കപ്പെടുന്നതാണ് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇപ്പോ വലിയൊരു പ്രതിസന്ധിയിലാണ് മൊത്തത്തിൽ സിനിമയുമായി ബന്ധപ്പെട്ട അധികാര കേന്ദ്രങ്ങൾ നിൽക്കുന്നത്. അപ്പോ സ്വാഭാവികമായിട്ടും പാട്രിയാർക്കി എപ്പോഴും പ്രവർത്തിക്കുന്നത് പുരുഷന്മാരിൽ കൂടെ മാത്രമല്ലല്ലോ, സ്ത്രീകളിൽ സ്വാഭാവികമായിട്ട് ഇതിന്റെ ഇരകൾ മാത്രമല്ല, നടത്തിപ്പുകാർ കൂടിയാണ്. അപ്പോ സ്ത്രീകളെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ നേരിടുക എന്നുള്ളൊരു തന്ത്രം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. നമ്മൾ ആ നടിയുടെ വാർത്താ സമ്മേളനത്തിൽ എനിക്ക് ഇത്ര അനുഭവം ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് ഇത്ര അനുഭവം ഇല്ല എന്നുള്ള രീതിയിലുള്ള സംസാരിക്കുന്നത് കേട്ടതുപോലെ തന്നെ എന്താ പറയാ, ഇത്തരം ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ടാവാം. ഒരാൾക്ക് അത്തരം അനുഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളത് മറ്റുള്ളവർക്ക് അങ്ങനെ ഉണ്ടാകുന്നില്ല എന്നുള്ളതിന് തെളിവല്ലല്ലോ. അത് ആ വാദം ഉയർത്താൻ ഇപ്പോ സ്കൂൾ കുട്ടികൾ പോലും തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ സ്ഥാനത്താണ് മുതിർന്ന സ്ത്രീകൾ ഇത്തരം എന്താ പറയാ ന്യായീകരണങ്ങളുമായിട്ട് രംഗത്തെത്തുന്നത്. അപ്പൊ അതിനെ സംശയിക്കേണ്ടതുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും ഇപ്പോൾ ഇങ്ങനെയുള്ള തുറന്നു പറച്ചിലുകൾ സംഗീതയോട് തന്നെയാണ്. ഈ രീതിയിൽ കൂടുതൽ തുറന്നു പറച്ചിലുകൾ നടക്കുന്നു. അതിന്റെ SIT രൂപീകരിച്ച് അതിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. അത് സ്ത്രീകൾക്കുണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ കൂടുതൽ സ്ത്രീകൾ തുറന്നു പറച്ചിലുകൾക്ക് തയ്യാറാകുന്നു. നമ്മൾ ഇത്രയധികം ദിവസം പിന്നിടുമ്പോഴും ഇന്നും ആ രീതിയിൽ ശക്തമായ ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നത് അതിന്റെ സൂചന തന്നെയാണ്. നിവിൻ പോളിക്കെതിരെയാണ്, ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, നിവിൻ പോളിക്കെതിരെയാണ് ആ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ പേർ തുറന്നു പറച്ചിലുകൾക്ക് മുന്നോട്ട് വരുന്നു, അല്ലെങ്കിൽ കൂടുതൽ പേർ ഈ രീതിയിലുള്ള അതിക്രമങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടിട്ടുണ്ട് എന്ന റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന് തെളിയുന്ന ഒരു ഘട്ടം കൂടിയാണല്ലോ. ഏതെങ്കിലും തരത്തിൽ മറുഭാഗത്ത് നടക്കുന്ന ഇത്തരം ചർച്ചകളും ശ്രമങ്ങളും ആ ഗതിവേഗം കുറയ്ക്കുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. പൊതുവെ തന്നെ പൊതുസമൂഹത്തിന് ഇത് സ്ത്രീകൾ ഉണ്ടാക്കുന്ന എന്തോ കലാപമാണ് എന്ന് വിശ്വസിക്കാനാണ് പാട്രിയാർക്കിയൽ ആയിട്ടുള്ള സമൂഹം ഒട്ടാകെ തന്നെ ഇഷ്ടപ്പെടുന്നത്. അല്ലാതെ ഇതിന്റെ ഒരു മെറിറ്റിൽ എടുക്കാൻ താല്പര്യമുള്ള ആളുകൾ വളരെ കുറവാണ്. ആ എണ്ണം കൂടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും തുടർന്നുള്ള ചർച്ചകളും സ്ത്രീകളുടെ പക്ഷത്ത് നിൽക്കുന്ന അലീസ് ആയിട്ടുള്ള ആളുകളുടെ എണ്ണം കൂട്ടിയിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും പൊതുസമൂഹം പൊതുവെ തന്നെ ഇത്തരത്തിൽ ആളുകളുടെ പൊതുവെയുള്ള ഒരു താല്പര്യം എന്ന് പറയുന്നത് ഇതിൽ ഏത് നടന്റെ പേര് കേൾക്കും, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇക്കിളി കഥകളിലാണ് പലപ്പോഴും മീഡിയയും കൂടി ഞാൻ ആ കാര്യത്തിൽ കുറ്റപ്പെടുത്തുകയാണ്. പലപ്പോഴും മീഡിയയും അതിൽ തന്നെയാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഈ ചർച്ച നെഗറ്റീവ് ചെയ്തുകൊണ്ടല്ല പറയുന്നത്. പല സ്ഥലങ്ങളിലും അത്തരത്തിലുള്ള ശ്രമങ്ങൾ നമ്മൾ കാണുകയുണ്ടായിട്ടുണ്ട്. അപ്പോ ഒരുപാട് പെൺകുട്ടികൾക്ക് ഈ ഒരു സംഭവം ധൈര്യം കൊടുത്തിട്ടുണ്ട് പുറത്തു വരാനായിട്ട്. നമ്മൾ കാണുന്നത് മഞ്ഞുമലയുടെ ചെറിയൊരു അറ്റമായിരിക്കും, ഇതിന്റെ എത്രയോ മടങ്ങായിരിക്കും യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോ ചെറിയൊരു പ്രതിരോധം പോലും ഉയർന്നു വരുന്ന സമയത്ത് ഇതിനെ അടിച്ചമർത്താനുള്ള അല്ലെങ്കിൽ സാമ്പ്രദായിക മാർഗങ്ങൾ ഉപയോഗിച്ച് അടിച്ചമർത്താൻ പ്രയാസമാണ്. കാരണം കണ്ടോണ്ടിരിക്കുകയാണല്ലോ എല്ലാവരും. അപ്പൊ അതിനെതിരെ തന്നെ സ്ത്രീകളെ തന്നെ കരുക്കളായി ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ നേരിടാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നത് നമുക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല. അത് വാസ്തവത്തിൽ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. മാത്രമല്ല, ഈ ഒരു ലൈംഗികാരോപണം എന്നുള്ള പ്രശ്നം മാത്രമല്ലല്ലോ നിൽക്കുന്നത്. ഒരു ഇൻഡസ്ട്രി എന്നുള്ള നിലയ്ക്ക്, സിനിമ ഒരു വർക്ക് പ്ലേസ് എന്നുള്ള നിലയ്ക്ക് സ്ത്രീക്ക് എത്രത്തോളം സുരക്ഷിതമാണ്, അവിടെ അവൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നുണ്ടോ, വേതനത്തിലെ ഈ ഒരു ന്യായവുമില്ലാത്ത അന്തരം നിലനിൽക്കുന്നതിനെ ഏത് തരത്തിലാണ് നേരിടേണ്ടത്, അടിസ്ഥാന സൗകര്യങ്ങൾ ബാത്റൂം അടക്കമുള്ള കാര്യങ്ങൾ ഇല്ലാതിരിക്കുക, സുരക്ഷ ഇല്ലാതിരിക്കുക, രാത്രികളിലൊക്കെ സുരക്ഷിതമല്ലാതെ യാത്ര ചെയ്യേണ്ട സാഹചര്യം വരെ സെറ്റിന്റെ അകത്ത് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ പുറത്തുള്ളവരുടെ സുരക്ഷ കൂടി ഉറപ്പാക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അത് ഉറപ്പാക്കുന്നതിൽ പരാജയപ്പെടുന്നു. ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി, പോഷ് ആക്ട് പ്രകാരമുള്ള കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ഇതിനെ ഒരു തൊഴിലിടം എന്നുള്ള നിലയ്ക്ക് പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യുന്നതിൽ പരാജയപ്പെടുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ ഗൗരവമായി തന്നെ പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടതാണ്. ആ സമയത്താണ് ചർച്ചയെ ബോധപൂർവം ചില ആളുകളിലേക്ക് ചുരുക്കുന്ന ഒരു സമീപനം ഉണ്ടാവും. തീർച്ചയായിട്ടും ഈ കേസുകൾ പുറത്തു വരേണ്ടത് ആവശ്യമാണ്, നടപടികൾ ഉണ്ടാവേണ്ട അത്യാവശ്യം തന്നെയാണ്. അതിൽ അതിജീവിച്ച സ്ത്രീകളുടെ അഭിപ്രായങ്ങൾക്ക് തന്നെയാണ് ഏറ്റവും പ്രാമുഖ്യം എപ്പോഴും കൊടുക്കേണ്ടത്. പക്ഷേ ഈ ഫോക്കസിനെ മാറ്റിക്കളയുന്ന തരത്തിലുള്ള വിവാദങ്ങൾ കൊണ്ടുവരുന്നത് എനിക്ക് അത്ര നിഷ്കളങ്കമായിട്ട് തോന്നുന്നില്ല. തീർച്ചയായും